എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിങ്ങൾ രണ്ടാളും ഇതേപോലെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാറല്ലേ? അധിക പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ വീക്ക് വെച്ചു ഞാൻ. നിങ്ങൾ തമാശ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നത്? പത്മൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിങ്ങൾ കൊഞ്ചിച്ച് അവനെ വഷളാക്കി. മോളെ അമ്മയെ വിളിച്ചോണ്ട് പോ. അമ്മ ഇങ്ങോട്ട് വാ. വന്നേ. ഒരച്ഛനും മോനും നടക്കുന്നു. മോനിങ്ങി വന്നേ, പറയട്ടെ. നിന്റെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിയില്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഈ പ്രായത്തിനൊരു കുഴപ്പമുണ്ട്. നമുക്ക് എന്തും ചെയ്യാം, എന്തും നേടാം എന്നൊക്കെ ഇപ്പൊ തോന്നും. ആ തോന്നൽ പലപ്പോഴും ശരിയാകണമെന്നില്ല മോനെ. ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, നിന്റെ അമ്മയെ ഞാൻ കെട്ടിയില്ലായിരുന്നെങ്കിൽ അവിടെ ജീവിതം ഏത് ലെവലിലെത്തിയേനെന്ന്. അവിടെ കുടുംബസ്ഥിതി വെച്ച് നോക്കുമ്പം അവൾ ഇങ്ങനെയൊന്നും കിടന്ന് കഷ്ടപ്പെടേണ്ടവളല്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയ കാലത്ത് എന്തൊക്കെ അനുഭവിച്ചെന്നറിയാവോ? അന്ന് എനിക്ക് സ്ഥിരം ജോലിയോ വരുമാനമോ ഒന്നുമില്ല. ഒറ്റമുറി വാടക വീട്ടിലെ ജീവിതം. നേരെ ചൊവ്വേ ഉണ്ണാനും ഉടുക്കാനും ഇല്ല മോനെ. നീ ഉണ്ടായപ്പം ചില നേരം മരുന്ന് മേടിക്കാൻ പലരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. എന്റെ മോൻ ഒരിക്കലും ആഗതി വരരുത്. മോൻ പഠിക്കണം. പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോ നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടാം. അന്ന് ഞാനോ നിന്റെ അമ്മയോ ഒരിക്കലും എതിര് നിൽക്കില്ല. അച്ഛൻ ഈ പഴയടയിലൊക്കെ തീരെ മേച്ചാണില്ലാട്ടാ. എനിക്കത് അറിയാടാ. ഞാനും ഒരു അച്ഛനായി പോയില്ലേ. അവളിതറിഞ്ഞ പ്രത്യേകിച്ചും ഈ മാനസികാവസ്ഥയില് എന്ന് വെച്ചാ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വല്ല ഏടാകൂടവും ഒപ്പിച്ചു വെച്ചാ നമ്മൾ എന്ത് ചെയ്യും? ജാൻവിയുടെ പപ്പ ഡിവോഴ്സ് വന്നാൽ ഒറ്റ വാശിയില്ല. ഇന്നലെ വിളിച്ചപ്പോ അവൾ ആകെ ടെൻസ്ഡ് ആയിരുന്നു. അതൊക്കെ എനിക്കും അറിയാം. ഞാൻ ആ ചെറുക്കൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളെ കൊണ്ട് അവനെ നിലക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും രേണുകനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അറിയിച്ചില്ലെന്ന് വേണ്ട. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്തു പറയാൻ, ഉള്ളതുപോലെ പറഞ്ഞ പിന്നെ കൊഴപ്പില്ലല്ലോ. സംഭവം ഞാൻ സമ്മതിച്ചു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവർക്കെന്നെ ഇഷ്ടാവോ? അച്ഛൻ പറയുന്നത് ഇപ്പൊ നന്നായി പഠിക്കാനാ. പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയ പിന്നെ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോളാനാ. കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ 18 കഴിയണ്ടേ? അത് നിങ്ങക്ക്, ഞങ്ങക്ക് 21. കോപ്പിലോരോ നിയമങ്ങള്. കല്യാണമൊക്കെ അവിടെ നിക്കട്ടെ. മോവെല്ലാം പഠിക്കുന്നുണ്ടോ? അടുത്ത ആഴ്ചയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാ. എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ. മര്യാദക്കിരുന്ന് പഠിച്ചോ. അവസാനം ജോലിയും കൂലി ഇല്ലാത്ത നിന്നെ കെട്ടാൻ എന്നെ കിട്ടില്ലാട്ടാ. പഠിക്കാം അച്ഛോ. രാവിലെ നീ എനിക്ക് എന്റെ ഫോണിൽ കുറച്ച് പാട്ട് എഴുതി തന്നാടാ. വെറുതെ ഇരിക്കുമ്പോ കേൾക്കാനാടാ. പിന്നെ തൊട്ട് ഇവിടെ ഫുൾ ടൈം പാട്ടായിരിക്കൂലേ? നീ എന്തൊരു ശിക്ഷണത്? നീ എന്ത് കാര്യത്തിന് കൈ കലകണേ? നിന്റെ പണി കഴിഞ്ഞിട്ടില്ല. എന്റെ പണി കഴിഞ്ഞ നീ നോക്കണേ. നീ ബോർഡർ കടന്ന്. നിനക്കത് പരീക്ഷയല്ലേ? ഉച്ചക്കാ പോന്നൊക്കെ. പോയിക്കോ. ഹലോ. ഡോക്ടർ അതിന് മാത്രം എന്താ ഉണ്ടായത്? ഡോക്ടർ അവനങ്ങനെ ഒരു പ്രശ്നം അവിടെ കാര്യമില്ല. എന്തു പറ്റിയാശാനെ? മുഖം വല്ലണ്ടായല്ലോ. ആരാ വിളിച്ചേ? ആവുന്നില്ല. നിനക്കിന്ന് പരീക്ഷ ഉള്ളതല്ലേ, പെട്ടെന്ന് പോ നോക്ക്. അതെ, ഈ നിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് പണിക്ക് വന്നാൽ മതി. ആന്താശാന, നമുക്കിവിടെ പണിയൊക്കെ പെൻഡിങ് ഉള്ളതല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ ഞാൻ പറയുന്ന കേട്ടാ മതി. പോവാൻ നോക്ക്. റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു.
ഇത് കുറച്ച് പ്രശ്നമാണല്ലോടൂ. കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷേ ഓപ്പറേഷനാണ് ശാശ്വതമായൊരു പരിഹാരം. അത് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ കുറേ ഫോർമാലിറ്റീസ്. ഞാൻ പറയാതെ തന്നെ അറിയാലോ. നമുക്ക് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരാശുപത്രി ഞാൻ റെഫർ ചെയ്യാം. എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ആവശ്യമാണ്. പറയുന്നതിൻ്റെ സീരിയസ്നെസ് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കയ്യിലില്ലേ, വിളിച്ചാൽ മതി. എന്നാൽ ശരി. ശരി ഡോക്ടർ. സാറ് പറഞ്ഞല്ലോ കുറച്ച് കാലം നിന്ന്. അത് എത്ര നാൾ വരും? ടെൻഷൻ ആവണ്ട, പരിഹാരമുള്ള കാര്യമാണ്. ശരിയെന്നാ. മമ്മി, മമ്മി, മമ്മി എപ്പോഴാ വന്നേ? ഉച്ചയ്ക്ക് മുന്നേ എത്തി. എന്നിട്ട് മിനിങ്ങാന്ന് വിളിച്ചപ്പോ എന്നോട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. പപ്പ വന്നില്ലേ? വന്നിട്ടില്ല. പിന്നെ അതെ, മോളിപ്പോ വന്നതല്ലേ ഉള്ളൂ. വർത്താനൊക്കെ പിന്നെ ആവാം. മോള് വന്ന് ചായ കുടിക്ക്. അതുകൂടെ നോക്കണം. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എല്ലാത്തിനും A+ കിട്ടില്ലേ? എഴുതിയതിനൊക്കെ. അടുത്ത പ്ലാൻ എന്താന്നാ മമ്മി ചോദിക്കുന്നത്? അതിവിടെ തന്നെ ഡിഗ്രിക്ക് ചേരാൻ. മമ്മി, ഒരു ഫ്രണ്ടിന്റെ കോളാ. ജസ്റ്റ് എ മിനിറ്റ്. ആദി, മമ്മി വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനൊന്ന് ഫ്രീ ആയിട്ട് നിന്നെ തിരിച്ചു വിളിച്ചാൽ മതിയോ? അറിയില്ല, എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കട്ടെ? വിളിക്കാന്നേ. എന്താ ഫ്രണ്ടിന്റെ പേര്? ആദിത്യൻ. ആദിത്യൻ. നാളെ എക്സാം ഉള്ളതല്ലേ, നേരം കളയണ്ട, പോയിരുന്ന് പഠിക്ക്. ചെല്ലേ.